ഒരു വകുപ്പിൽ മാറ്റം വന്നിട്ടുണ്ട്. ഷിബു ബേബി ജോണിന് വനം, കാഷ്യൂ ഡെവലപ്മെന്റ്, സ്കിൽ ഡെവലപ്മെന്റ് വകുപ്പുകൾ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം നേരത്തെ തൊഴിൽ വകുപ്പല്ലാതെ മറ്റ് പ്രധാനപ്പെട്ട വകുപ്പുകൾ വേണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുകയാണോ അതോ ഇത് അഡീഷണലായി നൽകുന്നതാണോ തുടങ്ങിയ തീരുമാനങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. റോഷിപാൽ ഉണ്ട് നമ്മളോടൊപ്പം. റോഷിപാൽ, എന്താണ് വകുപ്പ് മാറ്റം സംബന്ധിച്ച വിവരങ്ങൾ? അത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വകുപ്പുകളിൽ ചെറിയ മാറ്റങ്ങൾ, അത് അന്തിമ തീരുമാനം ആകുമ്പോൾ സ്വാഭാവികമായി മാറ്റമുണ്ട്. കാരണം നേരത്തെ തന്നെ RSP അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചാണ്. തൊഴിൽ വകുപ്പിൻ്റെ പ്രാധാന്യം കുറഞ്ഞു എന്നാണ്. അത് ലേബർ കോഡ് വന്നതോടെ അതൊരു അപ്രധാന വകുപ്പായി മാറുമോ എന്ന ആശങ്ക RSP പ്രകടിപ്പിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റൊരു വകുപ്പ് ആവശ്യപ്പെട്ടത്. അങ്ങനെ ടൂറിസമൊക്കെ RSP ആവശ്യപ്പെട്ടതാണ്. പക്ഷേ വിനോദസഞ്ചാരം നൽകിയില്ല. പകരം വനം വകുപ്പ് ഇപ്പോൾ നൽകുന്നു. ഷിബു ബേബി ജോണ് കാഷ്യൂ ഡെവലപ്മെൻറ്റ്, സ്കിൽ ഡെവലപ്മെൻറ്റ് എന്നീ 2 വകുപ്പുകൾ കൂടി വനം വകുപ്പിനൊപ്പം നൽകിയിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹം കൊല്ലത്ത് നിന്നുള്ള ഒരു MLA കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായും ഏറ്റവും കൂടുതൽ കശുവണ്ടി തൊഴിലാളികളുള്ള, കശുവണ്ടി ഫാക്ടറികളുള്ള ഒരു സ്ഥലം എന്ന നിലയിൽ സ്വാഭാവികമായും ആ വകുപ്പ് കൂടി, കശുവണ്ടി വികസന വകുപ്പ് കൂടി അദ്ദേഹത്തിന് നൽകുന്നുണ്ട്. സ്കിൽ ഡെവലപ്മെൻറ്റും അദ്ദേഹത്തിന് നൽകുകയാണ്. അങ്ങനെ 3 വകുപ്പുകളാണ് പ്രധാനപ്പെട്ട വനം വകുപ്പിന് പുറമെ നൽകിയിരിക്കുന്നത്. മറ്റു മന്ത്രിമാരുടെ, അതിൽ ആദ്യത്തെ ഏറ്റവും മുതിർന്ന മന്ത്രിമാരുടെ വകുപ്പുകളിലേക്ക് നേരത്തെ തന്നെ തീരുമാനമായതാണ്. മറ്റ് ചില വകുപ്പുകളിൽ അവസാന ഘട്ടത്തിലൊക്കെ ചെറിയ മാറ്റമുണ്ടാകുമെന്ന സൂചന നേതാക്കളിൽ നമുക്ക് ലഭിച്ചതാണ്. നേരത്തെ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി ധനകാര്യവും തുറമുഖവും ഒക്കെ കൈകാര്യം ചെയ്യും. പൊതുഭരണം ഉണ്ടാകും, INPRD ഉണ്ടാകും. രമേശ് ചെന്നിത്തല ആഭ്യന്തരവും വിജിലൻസും കൈകാര്യം ചെയ്യും. റവന്യൂ മന്ത്രി സണ്ണി ജോസഫ് വരും. സമാനമായി വ്യവസായവും IT-യും PK കുഞ്ഞാലിക്കുട്ടി കൈകാര്യം ചെയ്യും. അതുപോലെ K മുരളീധരൻ ആരോഗ്യവും ദേവസ്വവും ഉണ്ടാകും. അങ്ങനെ നേരത്തെ തന്നെ അത് സംബന്ധിച്ച പട്ടികകൾ പുറത്തു വന്നാൽ അതിൽ ചെറിയ മാറ്റം മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് അല്പസമയത്തിന് ലഭ്യമാകും. ഏറെ വൈകാതെ തന്നെ മന്ത്രിമാരുടെ വകുപ്പ് സംബന്ധിച്ച ഗസറ്റ് വിജ്ഞാപനവും പുറത്തു വരും. റോഷിപാൽ, അതാണ് ഈ വകുപ്പുകൾ ഇതുവരെ ഫൈനൽ ആയിട്ടില്ല എന്നുള്ളതാണ്. അത് കോൺഗ്രസിൻ്റെത് മാത്രമല്ല, സഖ്യകക്ഷികളുടേതടക്കം വകുപ്പുകളിൽ ഇനിയും മാറ്റങ്ങൾ അല്ലെങ്കിൽ വ്യക്തത വരേണ്ടതുണ്ട്. അതും അങ്ങനെയാണ്. അക്കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അത് സ്വാഭാവികമായും അല്പസമയത്തിനകം തന്നെ അതിൽ വ്യക്തത വരും. മാത്രവുമല്ല അത് ഗസറ്റ് വിജ്ഞാപനമായി പുറത്തിറങ്ങുകയും ചെയ്യും. ഏതായാലും ഈ VD സതീശൻ സർക്കാരിൻ്റെ പ്രഥമ ക്യാബിനറ്റ് യോഗം, മന്ത്രിസഭാ യോഗം അവിടെ ആരംഭിക്കുന്നു എന്ന വിവരങ്ങളാണ്. ആ മന്ത്രിസഭാ യോഗത്തിൽ വരുന്ന തീരുമാനങ്ങളാണ് രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. കാരണം 10 വർഷത്തിന് ശേഷമാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ തുടർച്ചയായി VD സതീശൻ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് ജനകീയമായ പ്രഖ്യാപനങ്ങൾ സ്വാഭാവികമായും ജനങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്, രാഷ്ട്രീയ കേരളവും പ്രതീക്ഷിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കൊണ്ടുവന്ന പ്രധാനപ്പെട്ട പല വിഷയങ്ങൾ നമ്മൾ കണ്ടതാണ്. മാസങ്ങളോളം ഇവിടെ സെക്രട്ടേറിയറ്റിൻ്റെ പടിക്കൽ സമരം നടത്തിയ നിരവധി പേരുണ്ട്. അതിൽ തൊഴിൽ സംബന്ധമായ സമരങ്ങൾ, ആശാവർക്കർമാരുടെ സമരമൊക്കെ കേരളം ഏറെ ചർച്ച ചെയ്തതാണ്. അവരുടെ ദൈന്യമായ നിമിഷങ്ങൾ, അവിടെയൊക്കെ പ്രതിപക്ഷ നേതാവായി എത്തിയ VD സതീശനും UDF നേതാക്കളൊക്കെ നൽകിയ വാഗ്ദാനങ്ങളുണ്ട്. ആ വാഗ്ദാനങ്ങളൊക്കെ ഇവിടെ പാലിക്കപ്പെടും എന്നത് അത് ഒരുപക്ഷെ ഘട്ടഘട്ടമായിട്ടാകാം. അതിലൊക്കെ സർപ്രൈസ് ഉണ്ടാകുമെന്നൊക്കെ VD സതീശൻ പറയുകയും ചെയ്തിട്ടുണ്ട്. അതിൽ 5 ഗ്യാരണ്ടികളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ 5 ഗ്യാരണ്ടികളിൽ KSRTC ബസ്സിലെ വനിതകൾക്കുള്ള സൗജന്യ യാത്ര ഉൾപ്പെടെയുള്ളതാണ്. ആ പ്രഖ്യാപനം ഇന്ന് ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ്. കാരണം അത് രാഹുൽ ഗാന്ധിയാണ് ആ പ്രഖ്യാപനം, അങ്ങനെ ഒരു വാഗ്ദാനം അത് നമ്മൾ തിരുവനന്തപുരത്ത് തന്നെയുള്ള മൈതാനത്ത് വെച്ച്, പുത്തരിക്കണ്ടം മൈതാനത്ത് വെച്ച് രാഹുൽ ഗാന്ധിയാണ് പുതുയുഗ യാത്രയുടെ സമാപന വേദിയിൽ പ്രഖ്യാപനം നടത്തിയത്. ഇതൊരു പുതുയുഗമാണ്. കേരളത്തെ ഒരു പുതുയുഗത്തിലേക്ക് നയിക്കുക എന്ന ഒരു ചുമതലയാണ്, അങ്ങനെ ഒരു ദൗത്യമാണ് VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് ആ പുതുയുഗ പിറവിയിൽ സ്വാഭാവികമായും ആ മുഖ്യമന്ത്രി പദം ഏറ്റെടുത്ത VD സതീശൻ്റെ നേതൃത്വത്തിൽ ചേരുന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ ഇങ്ങനെയുള്ള ജനകീയ പ്രഖ്യാപനങ്ങൾ കേരള രാഷ്ട്രീയം പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും വൈകാതെ മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനങ്ങൾ നമുക്കറിയാൻ കഴിയും. മുഖ്യമന്ത്രി VD സതീശൻ തന്നെ നേരിട്ടെത്തി അത് വാർത്താസമ്മേളനം, അത് മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ വിശദീകരിക്കും. ആദ്യ വാർത്താസമ്മേളനം എന്ന നിലയിൽ ആ മന്ത്രിസഭയിലെ മറ്റു മന്ത്രിമാർ കൂടി, അതിൽ പ്രധാനപ്പെട്ട മന്ത്രിമാർ ഓരോ കക്ഷികളുടെയും പ്രധാനപ്പെട്ട, അത് PK കുഞ്ഞാലിക്കുട്ടി, സമാനമായി കോൺഗ്രസിലെ തന്നെ മുതിർന്ന മന്ത്രിയായ ആഭ്യന്തര മന്ത്രി രമേശ് ചെന്നിത്തല അടക്കം അദ്ദേഹത്തിൻ്റെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടാകുമോ, മറ്റ് ഘടകകക്ഷികളുടെ മന്ത്രിമാരൊക്കെ കൂടി ആദ്യ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. കാരണം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മുഖ്യമന്ത്രി പിണറായി മാത്രമാണ് വാർത്താ സമ്മേളനത്തിൽ, ചീഫ് സെക്രട്ടറി പോലും ഉണ്ടാകാറില്ല.
പക്ഷേ നേരത്തെയൊന്നും അങ്ങനെ ആയിരുന്നില്ല. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെയൊക്കെ കാലത്ത് ചീഫ് സെക്രട്ടറി ഉണ്ടാകാറുണ്ട്. മറ്റു പ്രധാനപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ മറ്റു മന്ത്രിമാർ കൂടി വാർത്താ സമ്മേളനത്തിന്റെ ഭാഗമാകാറുണ്ട്. അതുപോലെ ഒരു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ തുടർച്ചയെന്ന നിലയിൽ മുഖ്യമന്ത്രിക്കൊപ്പം മറ്റു മന്ത്രിമാർ കൂടി ആ വാർത്താ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുണ്ടാകുമോ എന്നതും പ്രധാനമാണ്. ഏതായാലും ഇപ്പോൾ സെക്രട്ടേറിയറ്റിനകത്ത് മന്ത്രിസഭാ യോഗം തുടങ്ങിക്കഴിഞ്ഞു. അവിടെ എടുക്കുന്ന തീരുമാനങ്ങൾ പ്രധാനമാണ്. ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ ഈ മന്ത്രിമാരുടെ വാഹനങ്ങളാണ് ഇപ്പോൾ നിരനിരയായി നിർത്തിയിട്ടിരിക്കുന്നത്. മാത്രവുമല്ല, ഈ സെക്രട്ടേറിയറ്റ് നിൽക്കുന്ന ഇടത്തൊക്കെ കനത്ത മഴയാണ്. ഈ സത്യപ്രതിജ്ഞ നടക്കുന്ന ഘട്ടത്തിലൊന്നും മഴയുണ്ടായിരുന്നില്ല, തെളിഞ്ഞ ആകാശമായിരുന്നു. ഇപ്പോൾ നല്ല മഴയാണ്, ഏറ്റവും നല്ല മഴയാണ് ഇവിടെ സെക്രട്ടേറിയറ്റ് പരിസരത്ത്. ആ മഴയിലാണ് ആദ്യ മന്ത്രിസഭാ യോഗം ചേരുകയാണ്. ജനങ്ങളുടെ ആഗ്രഹം അനുസരിച്ച് പ്രവർത്തിക്കും, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും, ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് പ്രവർത്തിക്കും എന്നുള്ളതാണ് മന്ത്രിമാരുടെയൊക്കെ ആദ്യ പ്രഖ്യാപനങ്ങളായി വരുന്നത്. നമുക്ക് സെക്രട്ടേറിയറ്റിന് മുന്നിലെ കാഴ്ചയാണിത്. മന്ത്രിമാരുടെ നമ്പർ വെച്ച വാഹനങ്ങൾ നിരനിരയായി കിടക്കുകയാണ്. ശക്തമായ മഴ, നേരത്തെ റോഷിബാൽ ചൂണ്ടിക്കാണിച്ചതുപോലെ ശക്തമായ മഴയാണ് തലസ്ഥാന നഗരിയിൽ കാണുന്നത്. ദൃശ്യങ്ങൾ വരുന്നതിന് മുമ്പ് അത് കൃത്യമായി മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി കാണാം. മന്ത്രിമാരുടെ വാഹനങ്ങളൊക്കെ അവിടെ മഴ നനഞ്ഞ് കിടക്കുകയാണ്. അതിനുള്ളിൽ ചൂട് പിടിച്ച ആദ്യ യോഗം നടക്കാൻ പോകുമ്പോൾ പുറത്ത് കനത്ത മഴ തന്നെയാണ്. ഈ സെക്രട്ടേറിയറ്റിന്റെ വാതിലുകൾ തുറന്നാണ് കഴിഞ്ഞ കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് ജനങ്ങൾ താൽക്കാലികമായി ഇളവ് പ്രഖ്യാപിച്ചതോടുകൂടി സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് കയറിയത്. ഓരോ മന്ത്രിമാരും കടന്നു വരുമ്പോൾ അവർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് മുദ്രാവാക്യം വിളികളോടുകൂടി സെക്രട്ടേറിയറ്റിലേക്ക് അയച്ചത്. ഒരു വലിയ ജനതയുടെ പ്രതീക്ഷയും കൊണ്ടാണ് ഓരോ മന്ത്രിമാരും ആ ഭരണസിരാ കേന്ദ്രത്തിലേക്ക് കയറുന്നത്. ആദ്യ മന്ത്രിസഭാ യോഗം മുതൽ ഇനി അങ്ങോട്ട് 5 വർഷം ജനങ്ങളുടെ പ്രാതിനിധ്യം കൈവശം വെച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന തീരുമാനമെടുത്തുകൊണ്ട്, പ്രഖ്യാപനം നടത്തിക്കൊണ്ട്, പ്രതിജ്ഞ എടുത്തുകൊണ്ട് തന്നെയാണ് VDS സർക്കാരിലെ ഓരോ മന്ത്രിമാരും, മുഖ്യമന്ത്രി അടക്കം ഓരോരുത്തരും ഭരണസിരാ കേന്ദ്രത്തിലേക്ക് കയറിയിരിക്കുന്നത്. ജനങ്ങളുടെ പ്രതീക്ഷ ജനാധിപത്യത്തിൽ എത്രത്തോളം വലുതാണ് എന്നത് നമ്മൾ കണ്ടതുകൂടിയാണ് ഈ സർക്കാരിന്റെ അധികാരമേൽക്കൽ ചടങ്ങിന് തൊട്ടു മുൻപും അധികാരം ഏറ്റെടുക്കുന്ന ചടങ്ങിലുമൊക്കെ. തലസ്ഥാന നഗരി ഒരു വലിയ ജനസാഗരമായി മാറിയ കാഴ്ചയാണ് ഇന്ന് രാവിലത്തെ മണിക്കൂറുകൾ നമ്മുടെ മുന്നിലേക്ക് നൽകിയത്. 10 വർഷത്തിന് ശേഷം, യഥാർത്ഥത്തിൽ 15 വർഷത്തിന് ശേഷം ഒരു UDF സർക്കാർ അധികാരത്തിലേറിയ ദിവസമാണ് ഇന്ന്. അപ്പോൾ സ്വാഭാവികമായും പാർട്ടി പ്രവർത്തകരുടെ, അണികളുടെ, നേതാക്കളുടെയൊക്കെ ആവേശം വാനോളം തൊടുന്നതാണ്. അതിനുശേഷം വലിയ കനത്ത മഴ അവിടെ കാണുകയും ചെയ്യാം നമുക്ക്. ലോക് ഭവനിൽ വിരുന്നിനു ശേഷം നേരിട്ട് ക്യാബിനറ്റ് യോഗത്തിലേക്ക് മന്ത്രിമാരെല്ലാവരും എത്തിയ കാഴ്ചയും നമ്മൾ കണ്ടു. ഏറ്റവും അവസാനം എത്തിയത് KM ഷാജിയാണ്. ഇപ്പോൾ മന്ത്രിസഭാ യോഗം ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.